ഈയിടെ വായിച്ച സോമൻ കടലൂരിൻ്റെ കവിത ഹൃദയത്തിൽ കൊണ്ടു. അതിലെ വരികൾ ഏതാണ്ട് ഇങ്ങനെയാണ്: നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല, അറിഞ്ഞാൽ തന്നെ ദൂരെയുള്ള നിന്റെ വീട്ടിലേക്ക് എത്തണമെന്നില്ല, എത്തിയാൽ തന്നെ നിന്നെ ഒന്ന് തൊടാൻ കഴിയണമെന്നില്ല, തൊട്ടാൽ തന്നെ ഒന്ന് പൊട്ടിക്കരയാൻ സാധിക്കണമെന്നില്ല, കരഞ്ഞാൽ തന്നെ അതാർക്കും മനസ്സിലാകണമെന്നില്ല. നീ മരിച്ചാൽ ഞാൻ എന്തിന് വരണം? എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. ഇതൊരു വരിയാണല്ലേ, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. രണ്ട് മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാകുന്ന സ്നേഹാനുഭവം ഉണ്ടല്ലോ, സ്നേഹമായിക്കോട്ടെ, സാഹോദര്യമായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, സൗഹൃദമായിക്കോട്ടെ, രണ്ടുപേർക്കിടയിൽ മാത്രം അവർ സൃഷ്ടിക്കുന്ന നിമിഷങ്ങളുടെ സ്നേഹാനുഭവവും ഹൃദയബന്ധങ്ങളും ഉണ്ടല്ലോ. ഒരാളില്ലാതായി പോയാൽ അത് മറ്റൊരാളിൽ മാത്രമായി ഒതുങ്ങിപ്പോവുകയും ഈ ലോകത്ത് അയാൾ മാത്രം തനിച്ചായി പോവുകയും ചെയ്തൊരു നിമിഷമുണ്ട്. അതെത്ര ആഴത്തിലാണ് സോമൻ കടലൂർ ഒറ്റ വരിയിൽ കുറിച്ചിരിക്കുന്നത്: എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ, നീ പോകുന്നില്ലല്ലോ എന്നിൽ നിന്ന്, ആ ഓർമ്മകൾ എൻ്റേതു മാത്രമാണല്ലോ, മറ്റൊരാൾക്കും ചുറ്റും നിൽക്കുന്ന ഒരു മനുഷ്യർക്കും നമ്മൾക്കിടയിലെ ഹൃദയാനുഭവത്തെ, സ്നേഹബന്ധത്തെ അറിയാൻ കഴിയുന്നില്ലല്ലോ, നീ എന്നിൽ മാത്രമായി അവസാനിക്കുന്നു. പണ്ട് കേട്ടൊരു വരിയുണ്ടല്ലോ: മുൻപ് നാം സ്നേഹിച്ചവർ അകന്നോ മൃതിപ്പെട്ടോ വൻപകയോടെ ചേരി മാറിയോ പൊയ്പോകുന്നു, ക്ഷുബ്ധമായി പരുഷമായി പ്രവഹിക്കുന്നു കാലം. കാലത്തിൻ്റെ ഒഴുക്കിൽ വെറുതെ ജീവിതത്തിലേക്ക് കയറി വന്ന് കുറെ കാലം ഒപ്പം നടന്ന് ഒരു വാക്കുകൊണ്ടുപോലും വിട പറയാതെ ഇറങ്ങിപ്പോകുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവർക്കൊക്കെ വേണ്ടി എത്രയോ ഓർമ്മകൾ നമ്മളിൽ ബാക്കിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആഴത്തിൽ, യഥാർത്ഥത്തിൽ നമ്മളില്ലായ്മ മറ്റൊരു മനുഷ്യനിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മളുടെ അസാന്നിധ്യം മറ്റൊരാളിൽ യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല എങ്കിൽ നമ്മുടെ സാന്നിധ്യത്തിന് ഒരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ലല്ലോ. അസാന്നിധ്യത്തിൻ്റെ അപ്രസക്തി സാന്നിധ്യത്തിൻ്റെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്നിടത്താണ് ശരിക്കും നമ്മൾ ഒറ്റപ്പെട്ടു തുടങ്ങുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ടു തുടങ്ങുന്ന എത്രയോ മനുഷ്യർ, ഒറ്റപ്പെട്ടു പോയ ആരുമില്ലാത്ത ഓർമ്മകളുമായി ജീവിക്കുന്ന എത്രയോ മനുഷ്യർ നമുക്കിടയിൽ ഉണ്ടാകും. അവർക്കൊക്കെ വേണ്ടി സോമൻ കടലൂരിൻ്റെ കവിത ഓർക്കാം: എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. നമസ്കാരം.